CPM-ഉമായിട്ട് ചേർന്ന് നിന്ന് പോകാൻ പറ്റുന്ന ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉള്ള ഒരു പാർട്ടി തന്നെയാണല്ലോ SDP. അതുകൊണ്ട് SDP-യുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട് എന്നുള്ളത് ഗൗതത്തിന് എങ്ങനെ മനസ്സിലായി? അല്ല, അവർ എന്താണ് സോഷ്യൽ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും തുല്യതയ്ക്ക് വേണ്ടിയിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ദളിതർക്ക് വേണ്ടിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഒരു വർഗ കാഴ്ചപ്പാട് കുറച്ചെങ്കിലും അവർക്കുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ PFIക്കും അതുപോലെ തന്നെ SDP-ക്കും ഒക്കെ ഉള്ളൊരു കുഴപ്പം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നമുക്ക് CPM-ൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ടോ സോഷ്യലിസ്റ്റ് പാർട്ടികളായിട്ടോ ഒന്നും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് ഗൗതം. പുറമേ നോക്കുമ്പോൾ അവർ ഒരു ദളിത് പിന്നോക്ക അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ പൊളിറ്റിക്സ് തന്നെയാണ് പറയുന്നത്. അത് കറക്റ്റാണ്, കാരണം പൊളിറ്റിക്സ് വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണെന്ന് തോന്നും. പക്ഷെ അതിൻ്റെ ഇടയിലും ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരൊരു എക്സ്ട്രീം എലമെൻറ്റിലേക്ക് പോകാറുണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര നിലപാടുകളിലേക്ക് അവർ പോകാറുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ മതം ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണെന്നുള്ളതാണ്. പക്ഷേ ആ മതത്തിന് ഇവിടെ ഒരു ന്യൂനപക്ഷമായതുകൊണ്ട് അവരൊരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു ടാക്ട്ഫുള്ളിയുള്ള നിലപാടാണ്. ഈ പറയുന്ന പോലെ ദളിത് പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത്. CPM-നെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയോ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാടുകളല്ല ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഓക്കെ, അവരുടെയും തീവ്ര നിലപാടുകാരുണ്ട്, നമുക്കറിയാലോ. അതായത് വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കണം എന്ന് പറയുന്ന നിലപാടുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് CPM ഒക്കെ ഒരുപാട് മാറിയിട്ട് CPM ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന ലൈനിലേക്ക് വന്നിട്ടുണ്ട്. PFIയോ SDP-യോ ഒന്നും അങ്ങനെയുള്ളൊരു പാർട്ടികളോ ലൈനുകളോ അല്ല. പക്ഷേ ഗൗതത്തിനടുത്ത് പറയാനുള്ള ഒരു കാര്യം, അതൊക്കെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവരുടെ ഐഡിയോളജിക്കൽ ബേസ് ഈക്വൽ ആണില്ല എന്നുള്ളത്. ഇപ്പോൾ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ചോളം വോട്ട് മേടിക്കണം എന്ന് അല്ലെങ്കിൽ വോട്ട് ആരെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ SDP-ക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞത് ഇപ്പോൾ SDP-യുടെ വലിയ നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നു ഞങ്ങളുടെ പിന്തുണ LDF-നാണ് എന്ന്. അപ്പം എവിടെയെങ്കിലും അവർക്ക് ചേർന്ന് നിന്ന് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വിപ്ലവ സ്വഭാവം ഈ രണ്ടു പേർക്കും ഉണ്ട്. അല്ല, അതിൽ CPM-ൻ്റെ നിലപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ LDF-ന് പുറത്തുള്ള ഏതെങ്കിലും കക്ഷികളുമായിട്ട് ഞങ്ങളൊരു ചർച്ച നടത്തുകയോ ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടി പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഗൗതത്തിന് തോന്നുന്നുണ്ടോ SDP ഇപ്പോൾ പറഞ്ഞു LDF-നാണ് പിന്തുണ എന്ന് തോന്നി, മഞ്ചേശ്വരത്ത് SDP LDF-നെ പിന്തുണക്കുമോ? അങ്ങനെ LDF-നെ പിന്തുണക്കില്ല. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ അവർ പറഞ്ഞൊരു കാര്യം എന്താ, മുസ്ലിം ലീഗും SKSSF-ഉം സമസ്തയുടെ സംഘടനകളും എല്ലാം കൂടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അവർ പിന്തുണക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും അവരുടെ സംസ്ഥാന നേതൃത്വം പിന്തുണക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും AK അഷ്റഫിനെയാണ്. പക്ഷേ ആ പിന്തുണ പൂർണ്ണമായി അവിടെ കിട്ടുമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കൽ നേതൃത്വം ഭയങ്കര ദേഷ്യത്തിലാണ് ഈ AK അഷ്റഫായിട്ട് മുസ്ലിം ലീഗും ഒക്കെ ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ അവരെ ഈ പറയുന്ന പോലെ അവരുടെ ആളുകളെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു വിരോധം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കാൻ ഇപ്പോൾ നാമനിർദ്ദേശം കൊടുത്തിട്ട് പിൻവലിക്കേണ്ടി വന്ന KM അഷ്റഫ് ഒറ്റയടിക്ക് ആ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോയത്. അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ അവർ ഉറപ്പായിട്ടും AK അഷ്റഫിനെ പിന്തുണക്കാനാണ് ഇഷ്ടപ്പെടുക. അല്ലാതെ അവിടെ ജയാനന്ദനെ പോയി പിന്തുണച്ചിട്ട് അവിടെ ജയിക്കില്ല എന്നുള്ളത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. BJP-നെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതേസമയം തുറന്ന് വളരെ ഓപ്പൺലി പറഞ്ഞ ശിവൻകുട്ടി അവരവിടെ നേമത്തെ പിന്തുണക്കും. കാരണം നേമത്തെ സംബന്ധിച്ചോളം രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതേ SDP-യുടെ പിന്തുണ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കിട്ടിയേക്കുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസ് പിന്തുണ മേടിക്കുകയും വളരെ ഒരുമിച്ച് വീട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കാലഘട്ടങ്ങളിൽ അവർക്ക് അനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് അവർ എടുക്കുക. അതിലെന്താണ് കുഴപ്പമെന്നാണ്, SDPI എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് ലീഗലി യാതൊരു തരത്തിലുള്ള ബാനും ഇല്ല, PFI-നെ ബാൻ ചെയ്തെങ്കിലും. പിന്നെ എന്തുകൊണ്ടാണ് ഈ SDP-യെ, ഞാനിപ്പം പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞു, അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് സാമൂഹിക നീതി, തുല്യത, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. റിലീജിയൻ അവരുടെ ഒരു പ്രധാന ഘടകം. വളരെ ലളിതമായ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം, അതിന്റെ ഉത്തരം കൂടുതൽ ഡീറ്റെയിൽഡ് ആയി പോകും, ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം പറയാം. ആ ലളിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് SDPI ഒരു വർഗീയ സംഘടനയാണ്.
ഒരു വർഗീയ പാർട്ടിയാണ്. അല്ലാതെ വേറെ അതിനകത്ത് ഇനി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പേരിൽ ഇപ്പൊ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്, തൊട്ടിപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. അതുകൊണ്ട് പേരിലൊന്നും ഒരു കാര്യമില്ല. ഈ പറയുന്ന അവരുടെ നിലപാടുകൾ, പിന്നെ അവരുടെ നിലപാടുകൾ ഈ നാട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ വർഗീയ പാർട്ടിയാണെന്ന്? RSS ഇപ്പൊ എന്താണ്? സാംസ്കാരിക സംഘടനയല്ലേ? BJP എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയല്ലേ? പക്ഷെ അത് അങ്ങനെ പേരുകൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും സ്വീകാര്യരാണ്. മനസ്സിലായ? പേരുകൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ മാത്രമേ എതിർത്ത് പറയാനുള്ളൂ. അല്ല, ഇതൊക്കെ ഞാൻ പറയുന്നത്. താങ്കൾ പറയുന്നു ഓക്കെ SDP വർഗീയ പാർട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു, SDPIയുടെ വോട്ട് വാങ്ങുമോ? മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. പിന്നെ അവസാനം അദ്ദേഹം ക്ഷുഭിതനായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഈ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ SDPI മുഖ്യമന്ത്രിക്ക് ആ SDPI എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഇന്ന് ഗോവിന്ദ മാഷ് നല്ല കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് VD സതീശൻ പറയൂ എന്നാൽ തിരിച്ചു ചോദിച്ചേക്കണം. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി ചില സമയത്ത് ഈ പറയുന്ന പോലെ കിട്ടാവുന്ന വോട്ടുകൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ SDPI പിന്തുണ മറ്റേ LDFന് കൊടുക്കുകയും അവിടെ മുസ്ലിം ലീഗിന് കൊടുക്കുകയും ചെയ്യുന്നു, പാലക്കാട് കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്തതിൽ അതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. ആ പിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് നിങ്ങളെ പിന്തുണക്കാമെന്ന് പറയുമ്പോൾ ആ പിന്തുണ മേടിക്കുന്നതിൽ പോലും തെറ്റില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞു ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു വിട്ടാ. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അത് നാഷണൽ ലെവലിൽ വലിയ തിരിച്ചടിയാവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനും ഇതുവരെ കോൺഗ്രസ് അത് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് തമാശ തോന്നി. കാരണം VD സതീശനും അതുപോലെയുള്ള ആളുകളൊക്കെ വന്നിട്ട് SDPIക്കും BJPക്കും എതിരെ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ തോന്നിയത്. അവിടെ പാലക്കാട് SDPIയുടെ പിന്തുണ മേടിച്ചതാണ്. അതുകൊണ്ട് കാലാകാലങ്ങളായി ഇവരുടെ പിന്തുണ പലർക്കും കിട്ടിയിട്ടുണ്ട്. ഇത്തവണ അത് ചിലപ്പോൾ LDFന് കുറച്ച് കിട്ടിയേക്കാം, AK അഷ്റഫിന് കിട്ടിയേക്കാം, മുസ്ലിം ലീഗിന് കിട്ടിയേക്കാം. അതിലൊന്നും ഒരു സംശയമില്ല. സാർ, ഇവിടെ പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SDPI എന്ന് പേരെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലല്ലോ? ഇപ്പം മനുഷ്യരുടെ വോട്ട് എല്ലാം വേണം എന്നാണ് ഇപ്പം ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും അവിടെ SDPI എന്തിനാ അങ്ങനെ പറയണത്? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്റെ പൊന്നു ഗൗതം ഒരു കാര്യം മനസ്സിലാക്കി. വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് ഞാൻ ആ കാര്യം പറയാം. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആരും അങ്ങനെ എന്ത് ചെയ്യില്ല. ഒരു സംഘടന വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ടെന്നൊന്നും പറയില്ല. നാളെ ഞാനോ ഗൗതമോ തെരഞ്ഞെടുപ്പിൽ നിന്നാലും പറയില്ല. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? ആ വാശി പിടിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരമായിട്ട് പറയുന്നു വർഗീയതക്കെതിരെ ഒരു വർഗീയതയോടും സന്ധി ചെയ്യില്ല എന്ന് പറയുമ്പം ജനങ്ങൾ ആഗ്രഹിക്കും നിങ്ങൾക്ക് ആ ഒരു നട്ടലുണ്ടോ? SDPIയുടെ വോട്ട് പറയില്ല, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. അതൊരു ട്രാപ്പാണല്ലോ. അത് ഈ പറയുന്ന ഗൗതത്തിനെ പോലെയുള്ള ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് LDFിലേക്ക് പോകരുത്, പകരം അത് എന്ത് ചെയ്യണം, UDFന് ഗുണം ചെയ്യണം എന്നാണ്. അങ്ങനെ ആ ട്രാപ്പാണ്. അല്ലാതെ ഞാൻ തിരിച്ചു വർഗീയതക്കെതിരെ പോരാടുന്ന ഒരു മതേതര കക്ഷിക്ക് ധൈര്യമുണ്ടോ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ? അതാണ് വർഗീയതക്കെതിരെ പോരാടുന്ന ഒരു മതേതര കക്ഷിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ MAVV പറഞ്ഞു, ഞങ്ങൾക്ക് SDPIയുമായി ഒരു നീക്കുപോക്കില്ല. ഒന്ന്. രണ്ടാമത്തത് SDPI ഒരു വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ അതുമായിട്ടൊരു നീക്കുപോക്കില്ല എന്നുള്ള അദ്ദേഹം ക്ലാരിറ്റിയോടി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഈ പ്രധാനപ്പെട്ട വിഷയം ഓക്കെ ശരിയാണ്, അത്ര വലിയ ആദർശാത്മകമായ ഒരു നിലപാടെടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ആദർശാത്മകമായ നിലപാടൊന്നും ഈ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ആരും എന്ത് ചെയ്യില്ല, എടുക്കില്ല. അത്രയുള്ളതായിട്ടുള്ള ലളിതമായ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. SDPIയും ജമാഅത്തെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആരാണ് കൂടുതൽ അപകടകാരി? SDPIയും ജമാഅത്തെയും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജമാഅത്തെയാണ് കൂടുതൽ അപകടകാരി എന്റെ നോട്ടത്തിൽ. അതവിടെ നിൽക്കട്ടെ. രണ്ടാമതൊരു വിഷയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ VD സതീശൻ മേടിക്കുന്നതിനോ കോൺഗ്രസ് മേടിക്കുന്നതിനോ പോലും ഞാൻ എതിര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിന് ഏറ്റവും അപകടകരമായ കാര്യം, നിലമ്പൂരിൽ SDPIയുടെ പിന്തുണ മേടിച്ചു. ആ പിന്തുണ മേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസിന് വേണമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാമായിരുന്നു. ഒന്ന്, അത് ചെയ്തില്ല, അത് പോട്ടെ. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് പലവട്ടം ഗൗതത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ തമിഴ്നാട്ടിൽ മേടിക്കുന്നുണ്ട്, നാഷണൽ ലെവലിൽ മറ്റു പല സ്ഥലങ്ങളിലും മേടിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ, VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വന്നിട്ട് അവർക്ക് മതരാഷ്ട്രവാദമില്ലെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അവരുടെ ആശയഗതികളെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിവിടെ CPMന്റെ കാര്യത്തിൽ നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. CPMന്റെ കാര്യത്തിൽ CPM പറഞ്ഞേക്കണം എന്താ, അവരുമായി ഞങ്ങൾക്കൊരു നീക്കുപോക്കില്ല, അവരുമായി ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല. പക്ഷെ അവർ വന്ന് പിന്തുണക്കുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നത് നമ്മൾ ആദർശത്തിന്റെ നിറകുടമായി മാറണം, എന്നിട്ട് പറയണം നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ശ്രമിച്ചാലും ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറയണം എന്നാണ്. അത്ര വലിയ ആദർശ ധീരതയൊന്നും കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷനല്ല. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ അത് എന്ത് ചെയ്യില്ല, ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ VD സതീശനോ UDFോ ചെയ്തതല്ല.
അവർ ചെയ്തത് ഈ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രസമ്മേളനത്തിൽ ഇവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഖം മൂടിക്ക് ഒന്നുകൂടി പൊട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമേ എനിക്കുള്ളൂ. അല്ല, അതുകൊണ്ട് അതിനുമായിട്ട് BD സതീശൻ നിരന്തരം പറയുന്നത് ജമാഅത്തായിട്ട് നേരത്തെ താങ്കൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചില ഘട്ടങ്ങളിൽ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, വോട്ട് വാങ്ങിയിട്ടുണ്ട്. സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഗൗതം, അവരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, അത് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. ശരി, ഞാനിപ്പോ പറയണ ഗൗതം ഇപ്പൊ ഇത് മറ്റേ ഇവിടെ ഒന്നും പോകണ്ട, തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തമാശ പറഞ്ഞത്, തമിഴ്നാട്ടിലേക്ക് പോയാൽ കോൺഗ്രസ്, CPM ഈ സഖ്യത്തിനാണ് അവർ പിന്തുണ കൊടുക്കുന്നത്. ഇപ്പം ജമാഅത്തി നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ആ വർഷം ഓർമ്മയില്ല, 2016 ഞങ്ങളുടെ പിന്തുണ പരസ്യമായിട്ട് LDF-നായിരുന്നു. ആണെന്നേ, അതിന് തെറ്റില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു വന്ന. ഇപ്പോഴും ഗൗതം 2016 ഇതിന് കൂടെ ഇപ്പൊ തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ കോൺഗ്രസും DMK-യും ഈ പറഞ്ഞ പോലെ CPM-ഉം അടക്കമുള്ള മുന്നണിക്കാണ് അവർ പിന്തുണ കൊടുക്കുന്നത്. ശരി, ഓക്കെ. എന്തിനാണ് ഈ ജമാഅത്തിയുടെയും SDPI-യുടെ ഒക്കെ ആശയം നമ്മുടെ ഈ ഒരു മുസ്ലിം സമുദായത്തിനിടയിൽ വ്യാപകമായിട്ട് വ്യാപിക്കുന്നുണ്ടോ, അല്ല അങ്ങനെ വ്യാപിക്കുന്നത് കൊണ്ടാണോ പരസ്യമായിട്ട് ഇവരെ ഒന്നും തള്ളി പറയാൻ ആർക്കും പറ്റാത്തത്? ഇപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ SDPI-യുടെ കഴിഞ്ഞ തവണത്തെ വോട്ട് എത്രയാണെന്നറിയോ? 40 മണ്ഡലങ്ങളിൽ അവർ മത്സരിച്ചു. ആ വോട്ട് എന്ന് പറയുന്നത് 1.24% വോട്ടാണ്. അവർക്ക് കേരളത്തിലെ മൊത്തം വോട്ടെടുപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ 0.3638% വോട്ടാണ്. ആ 3638% വോട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിപ്പോർട്ടറിന്റെ സർവേ മുതൽ, മാട്രിക്സിന്റെ സർവേ മുതൽ, മാതൃഭൂമിയുടെ സർവേ മുതലുള്ള എല്ലാ സർവേകളിലും കൂടി വന്നാൽ 1% വോട്ടുകളുടെ വ്യത്യാസം എന്തുള്ളൂ. അപ്പൊ അങ്ങനെ 1% അല്ലെങ്കിൽ 1.01% വോട്ടിന്റെ വ്യത്യാസമാണ് ഈ സർവേകളിലെല്ലാം ഉള്ളത്. ആ സർവേകളിലെല്ലാം കാണിക്കുമ്പോൾ 0.36% വോട്ട് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അത് കുറച്ചും കൂടി ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കന്മാർ പറഞ്ഞെടുത്ത ആളുകൾ കൃത്യമായി കുത്തുന്ന, ഇപ്പൊ 1500 പേരുണ്ടെങ്കിൽ 1500 പേർ കൃത്യമായിട്ട് കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കുകൾ കിട്ടണമെന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യും, പരിഗണിക്കും. 2. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വാധീനം മുസ്ലിം ലീഗ് പോലും മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനിടക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടിക്കൊണ്ടിരിക്കുന്നത് പതുക്കെ ആണെങ്കിലും ഈ ആശയപരമായിട്ടുള്ള ഒരു ധാര എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർന്നുകൊണ്ടിരിക്കുന്നതിൽ മുസ്ലിം സമുദായത്തിന്റെ ചിന്തകളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നേമത്ത് SDPI പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് BJP-യെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ്. അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അല്ല, ഇത് നാളെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാലക്കാട് അവരായിരിക്കും എന്നുള്ളത്. അല്ല, അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഇവിടെ എന്താ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നമ്മുടെ നേതാക്കളൊക്കെ പറയുന്നുണ്ട് രണ്ട് വർഗീയതയും നമ്മൾ എതിർക്കും എന്നുള്ളത്. പക്ഷെ ഇവിടെ BJP-യെ തോൽപ്പിക്കാനായിട്ട് ശിവൻകുട്ടിയെ SDP പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കുക എന്നുള്ളൊരു ശ്രമമല്ലേ? അങ്ങനെ എതിർക്കുക എന്നുള്ള ശ്രമമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പൊ CPM ആ കാര്യത്തിൽ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, ആ വിമർശനം എനിക്കുണ്ട്. ഇപ്പൊ CPM-ന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM അവരുമായി ഞങ്ങൾ ഒരു ചർച്ച നടത്താനോ ഇൻഡയറക്റ്റായി അവരുടെ ഈ പറഞ്ഞ വോട്ട് മേടിക്കാനോ അവരുടെ വോട്ട് ഞങ്ങൾ മേടിച്ചോളാമെന്ന് പറയാനോ പോലും CPM തയ്യാറല്ല. CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, CPM-ന്റെ ക്ലാരിറ്റിയോടുകൂടി ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ അവരെടുക്കേണ്ട നിലപാടാണ് എടുക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി വന്ന് നമുക്ക് പിന്തുണ നൽകുന്നു, നമ്മൾ ആ പിന്തുണ നൽകുന്നതിന് സ്വീകരിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടാവും. അതിനും അപ്പുറത്തേക്ക് അവരുമായിട്ടൊരു ചർച്ചയും നടത്തുന്നില്ല. ഞാൻ പറയുന്നത് അതിനും അപ്പുറത്തേക്കുള്ള വലിയ ആദർശ ധീരത കാണിക്കണം എന്നൊക്കെയാണ് ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ ആരെങ്കിലും കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യരുത് എന്നൊന്നും ആരും പറയുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പം അതൊന്നും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. സാധ്യമാകുന്ന ഒരു കാര്യം CPM എടുത്തിട്ടുള്ള സ്റ്റാൻഡാണ്. ഞങ്ങൾ ഈ പറഞ്ഞ ഘടകകക്ഷികളല്ലാത്ത ഒരാളുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇന്ന് ഗോവിന്ദ മാഷോട് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ശിവൻകുട്ടി ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ അതല്ലാതെ അത് മനസ്സിലായി. ഞാൻ ചോദിച്ചത് ഇപ്പം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തന്നെ പറയുന്നു, ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാനായിട്ട് ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നേമത്ത് BJP-യെ തോൽപ്പിക്കാൻ SDPI LDF-ന് വോട്ട് ചെയ്യുമ്പം ഈ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇതിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനും CPM-നും മാത്രം ഉള്ളതെന്ന് എന്റെ ചോദ്യം നേരത്തെ ഞാൻ ചോദിക്കുന്നത്, ഗൗതത്തിനോട് ചോദിക്കുന്നത്, ഇതിന്റെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഗൗതം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരും ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗും അതുപോലെ UDF ഒക്കെ ഞങ്ങൾക്ക് എന്തും ആകാം, നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ്.
പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. അതാണല്ലോ പ്രായോഗികമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഗൗതമോട്. ഗൗതം ഇതേവരെ കാണാത്തൊരു കാര്യം എന്ന് പറയുന്നത് AKM അഷ്റഫിന്റെ മഞ്ചേശ്വരത്ത് കൃത്യമായി ഇവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ തോക്കാനുള്ള സാധ്യതയുണ്ട്. 7560 വോട്ടുകളുണ്ട് അവർക്ക്. ആ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ തോക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗും സമസ്തയും അതുപോലെ വിവിധ മുസ്ലിം സംഘടനകളും UDF-ഉം കുഞ്ഞാലിക്കുട്ടിയും അടക്കം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ പിന്തുണ പിൻവലിപ്പിക്കുന്നു. ഇതിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ? എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ? അപ്പൊ ഇതില് മുസ്ലിം ലീഗിന്റെ മതേതരത്വത്തിനോ UDF-ന്റെ മതേതരത്വത്തിനോ VD സതീശന്റെ മതേതരത്വത്തിനോ ഒന്നും ഒരു കുഴപ്പമില്ല. പകരം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇവിടെ ഇതാണ് ഒരു സൈഡ് നിങ്ങൾ പറയണത്. രണ്ടാമത്തെ സൈഡ് നിങ്ങൾ പറയണത് എന്താ വെച്ചാൽ ഇവർ വന്നിട്ട് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി പറയണ പറ്റില്ല, ഞങ്ങളത് മേടിക്കില്ലടാ എന്ന് പറയണു. എന്താ ഈ പറയണ? അത്ര വലിയ രാഷ്ട്രീയ ധാർമ്മികത ഒന്നും കാണിക്കാൻ പറ്റില്ല. വളരെ ലളിതമാണത്, അല്ലാതെ അത്രേ ഉള്ളു. പിന്നെ ഇതില് മറ്റേ എനിക്കിന്ന് ചിരി തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില UDF നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്, അതായത് ആ UDF നേതാക്കന്മാരുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ എടുത്ത് നോക്കി വലിയ തലവേദനയാവും. ഞാൻ പേര് പറയണമെങ്കിൽ പറയാം. അവർ വന്നിട്ട് പറയണത് BJP-യോടും അതുപോലെ SDP-യോടൊക്കെ പടവെട്ടിയാണ് അവർ വളർന്നതെന്ന്. എവിടെ പടവെട്ടി വളർന്നു? ഗോത്രത്തിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SDP-യുമായി കൂട്ടുചേരേണ്ട ഒരു ആവശ്യം ആർക്കുണ്ടായിരുന്നില്ല, ഈ പറയുന്ന UDF-ന് ഉണ്ടായിരുന്നില്ല. കാരണം UDF-ന്റെ തെറ്റായ റീഡിംഗ് ആണ്. അതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കൂടിയത് 2000-3000 വോട്ടേ ഉള്ളൂ, മാക്സിമം 1500-2000 വോട്ടേ ഉള്ളൂ. ആ വോട്ട് ഇല്ലെങ്കിൽ പോലും അവിടെ രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് ജയിച്ചാനെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയം കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. 18600 വോട്ടിന് ജയിക്കും എന്ന് വന്നിട്ട് 18840 വോട്ടിന് അവിടെ ജയിച്ചത്. അതായത് ഞാൻ പറഞ്ഞതിനേക്കാൾ 250 വോട്ടേ കൂടുതലുള്ളൂ. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു റീഡിങ്ങിന് അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് അത്ര വലിയ രാഷ്ട്രീയ ധാർമ്മികത ഒന്നും ആരും കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വർഗീയതയുടെ വോട്ടുകൾ ഇവർക്ക് രണ്ടുപേർക്കും വേണം എന്നാണ്. ഇതൊക്കെ നമ്മളിപ്പോ BJP സഹായിക്കാൻ വേണ്ടി ഇനി അടുത്ത വാദം എടുക്കാം. നിങ്ങൾ അറിയേണ്ടത് ഇവര് ഈ പറയുന്ന പോലെ എന്താണ്, ഇപ്പൊ നാളെ UDF ആണെങ്കിലും LDF ആണെങ്കിലും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ആരെങ്കിലും വന്ന് പിന്തുണക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് ഈ പിന്തുണ ഒന്നും വേണ്ടേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജികളെ, അവരെ ചേർത്ത് പിടിക്കലുകളെ നിങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. മനസ്സിലായി? അങ്ങനെ ചേർത്ത് പിടിക്കലുകൾ ഉണ്ടായാലുള്ള കുഴപ്പം, നാളെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായാൽ തീർച്ചയായിട്ടും BJP-ക്ക് അത് വളരാനുള്ള സാഹചര്യം കൂടെ ഒരുക്കും. കാരണം എന്താ, UDF എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പമാണെന്ന് പറയാനുള്ള സാഹചര്യം ഒരുക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ CPM-നെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ 2 ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP-യോടൊപ്പം നിങ്ങൾ അലയൻസ് ഉണ്ടെന്ന് പറയുന്നു, അതോടൊപ്പം SDP-യോടൊപ്പം അലയൻസ് ഉണ്ടെന്ന് പറയുന്നു. ഏതെങ്കിലും ഒന്നല്ലേ ഗൗതം പറയാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ ഉപ്പുണ്ടാവും. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ടാവും. ഈ മങ്കടയിൽ എന്തുകൊണ്ടാണ് SDP സ്ഥാനാർത്ഥി പിൻവലിച്ചത്? മങ്കടയില് ഇപ്പൊ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആരാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരാളാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ പറയുന്ന പോലെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. അപ്പൊ അദ്ദേഹവുമായിട്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി, കാരണം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വതന്ത്രനാണ് മത്സരിക്കുന്നത്, അല്ല CPM-ന്റെ നേതാവോ ആളുകളോ ഒന്നുമല്ല. മനസ്സിലായി? അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും പല ബന്ധങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടാവും. അവിടെ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പിൻവലിച്ചിട്ടുണ്ടാവും. ഇനി പിൻവലിച്ചതുകൊണ്ട് ഞാനിപ്പോ ഗൗതത്തിന് എഴുതി തരാം, മങ്കടയിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, ജയിക്കുന്നത് പോട്ടെ, ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ഒരു 100 വോട്ടെങ്കിലും കിട്ടിയാലും മതിയല്ലോ. ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാം, അതും കൂടി തുറന്നു പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം നിർത്തിയ സ്ഥാനാർത്ഥിയെ പിന്നീട് പിൻവലിക്കുന്നു. അതിപ്പോ AKM അഷ്റഫിന്റെ കേസിൽ അവർ പിൻവലിച്ചിട്ടില്ലേ? AKM അഷ്റഫിന്റെ കേസിൽ പിൻവലിച്ചു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ഈ പറഞ്ഞ KM അഷ്റഫ് എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ നിന്ന് അതുകൊണ്ട് പിൻവലിക്കേണ്ടി വന്നത് സംസ്ഥാന നേതൃത്വത്തിന് നിർബന്ധം കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത്, എന്നിട്ടും അവര് പിൻവലിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ മുൻ IUML മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള കുന്നത്ത് മുഹമ്മദാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ആദ്യം തന്നെ CH അഷ്റഫ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, SDP പ്രഖ്യാപിച്ചിരുന്നതാണ്. പിന്നെ അവരെന്ത് ചെയ്തു, പിൻവലിച്ചു. അവർ ഉറപ്പായിട്ടും കുന്നത്ത് ഈ പറയുന്ന മുഹമ്മദിന് പിന്തുണ കൊടുക്കുന്നുണ്ടാവാം. അതിൻ്റെയൊക്കെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പല സ്ഥലങ്ങളിലും SDP ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു കുഴപ്പവും കൂടി ഉള്ളത്, അവർ പല സ്ഥലങ്ങളിലും അവരുടെ ആദർശവും ആശയവും ഒക്കെ നീക്കി വെച്ചുകൊണ്ട് ആമാശയപരമായിട്ടുള്ള നിലപാടുകൾ കൂടി എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ചില
ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീലിങ്ങുകൾ പോലും ഉണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട്. ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ ഗൗതം, ഇതിൽ ആർക്കും ഒരു ആദർശ ധീരതയും പറയാനില്ല. എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും മണ്ഡലം നോക്കിയാണ് ഇവർ ആളുകളെ പിന്തുണക്കാൻ പോകുന്നത്. അല്ലാതെ അവിടെ ആരെങ്കിലും ജയിക്കും എന്നുള്ളത് BJP ജയിപ്പിക്കാൻ അവരെന്തായാലും തയ്യാറാവില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള നിലപാട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ മത്സരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, ജയിക്കേണ്ടി വരും. ഇപ്പം SDPIയുടെ ഈ CPI ലത്തീഫ് തന്നെ പറയുന്നു, UDFനെ തോൽവിയിൽ നിന്നും വിജയത്തിലെത്തിക്കാനുള്ള പോളിസി SDPI ഏറ്റെടുത്തിട്ടില്ല. ഇന്നിപ്പോ VD സതീശനെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് ഓക്കെ, അത് അവരുടെ നിലപാടാണ്. അതിനിപ്പോ നാളെ ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പൊ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് നേരെ CPI ലത്തീഫിനെ കണ്ടിട്ട് ചെന്നിട്ട് ഒരു വള്ളിച്ചൂടിലെടുത്ത് അടിച്ചിട്ട് പറയണം, അങ്ങനെ പറയരുത്, നിങ്ങൾ അവരെ ജയിപ്പിക്കുമെന്ന് പറയണം. ഇപ്പൊ CPI ലത്തീഫ് ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ വർഗീയ പാർട്ടി ആയിട്ടുള്ള SDPI നേതാവ് പറയുന്നു, RSSനേക്കാൾ ഭീകരർ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് പ്രസ്താവന നടത്തിയ മുസ്ലിം ലീഗ് ഇപ്പോൾ വിളമ്പുന്ന ഫാസിസ്റ്റ് വിരുദ്ധത അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കപട രാഷ്ട്രീയ നാടകം മാത്രമാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത്, പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്താണ്, SDPI എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ പിന്തുണ CPMനാണ് എന്നാണല്ലോ. ഈ നാളെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ SDPI ഇപ്പം കഴിഞ്ഞ തവണ ഇവിടെ 2020 എറണാകുളത്ത് മത്സരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ വാചകം എന്താണെന്ന് വെച്ചാൽ അത് LDFനെ സഹായിക്കാനാണെന്നാണ്. SDPI നിങ്ങൾ ഈ 2020യുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് മത്സരിച്ചാൽ പറയും LDFനെ സഹായിക്കാനാണെന്ന്, മത്സരിക്കാതെ അവരെന്ത് ചെയ്യും? പിന്നെ അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അവർ മത്സരിക്കാതെ അവരെന്ത് ചെയ്യും? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ SDPI ഒരു നിലപാടെടുക്കണ്ടേ? നിലപാടെടുക്കാതെ എന്ത് ചെയ്യും CPM? ശരിക്കും അവരുടെ മതേതര കാഴ്ചപ്പാട് കുഴിച്ചുകൂടി. ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ കാണുന്നുണ്ട് പച്ച നിറത്തിൽ. ചുവപ്പം വേണ്ടേ? അല്ല, CPM അടക്കം അല്ലെങ്കിൽ CPI അടക്കം ഈ പറയുന്ന പോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളടക്കം അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വർഗീയതയുമായിട്ട് ചേരി ചേരാത്ത ഒരു മതവും ആലോചിക്കാത്ത രീതിയിലുള്ള പ്രചരണം ഒന്നും നടത്തുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ചില സ്ഥാനാർത്ഥികൾക്ക് നായർ എന്ന് പറയുന്ന പേര് കൂട്ടിച്ചേർത്തിരുന്നു. അതുപോലെ ഇപ്പൊ കരീം ക എന്ന് പറയുന്ന പേര് കൂട്ടിച്ചേർത്തിരുന്നു. ഇത് പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് CPM ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ആ കാര്യത്തിൽ കുറച്ചെങ്കിലും ഈ പറയുന്ന പോലെ താരതമ്യേന കുറച്ച് ഡീസന്റ് ആയിട്ടുള്ള CPM ആണ്. അത്രേ ഉള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ സാറേ പറയുന്നത് അറിയാം, UDFന്റെ കൂടെ ഓൾറെഡി ഒരു പച്ച നിറമുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അവർക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ CPM എന്താണ് മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്, ഐഡിയോളജി, CPM മുമ്പോട്ട് വെക്കുന്ന ആ കാഴ്ചപ്പാടിൽ നിന്ന് അവർ എന്തുകൊണ്ട് വ്യതിചലിക്കുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. അതാണെങ്കിൽ അതൊരു വലിയ ചോദ്യമാണ്. സമയം അതിന്റെ ഭാഗമായതുകൊണ്ടല്ല, അത് വേറൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് വ്യതിചലിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും നേരത്തെ പറഞ്ഞിട്ടുള്ള മത ജാതി വിശ്വാസപരമായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ വലിയ പ്രാമുഖ്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നെഞ്ചുറപ്പോടുകൂടി നേരെ നിന്നിട്ട് പലപ്പോഴും നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും എന്ന് പറയുന്ന തോന്നൽ എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി വന്നിട്ട് എന്താ പ്രസംഗിച്ചത്? കേരളത്തിൽ ശബരിമലയിൽ അയ്യപ്പനെ നിങ്ങൾക്ക് എന്ത് ബഹുമാനിക്കാത്തവർ എങ്ങനെ ജനത്തെ സേവിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തൊരു ചോദ്യമാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ കോൺഗ്രസ് എങ്ങനെ നിലപാട് മാറ്റി? ഞാൻ പറയുന്നത് ശബരിമല വിഷയം എന്ന് പറയുന്നത് നമ്മളെ വലിയൊരു ഹൈ ഡിബേറ്റബിൾ ഇഷ്യൂ അല്ല. അല്ല, ശബരിമല അവിടെ നിൽക്കട്ടെ, ശബരിമല എവിടെ നിൽക്കട്ടെ സുഹൃത്തെ. ശബരിമല ഒന്നുമല്ല പറഞ്ഞു വന്ന ഒറ്റ കാര്യമാണ്. താങ്കൾ ചോദിച്ച പോയിന്റിലേക്കാണ് ഞാൻ വന്ന. വിശ്വാസവും മതവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മതവിശ്വാസവും ഒക്കെ ഇടകലർന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം എത്തിപ്പെട്ടിരിക്കുന്നു. അതിൽ ഒറ്റയടിക്ക് ഒരു നിലപാടുകൾ എടുക്കാൻ പറ്റില്ല ആർക്കും. അത്രേ ഉള്ളു. ഇപ്പൊ ചുവപ്പ് കൊണ്ട് മാത്രം കാര്യമില്ല, ചുവപ്പ് കൊണ്ടല്ല, പച്ച കൊണ്ടും ഈ പറഞ്ഞ പോലെ നീല കൊണ്ടും മാത്രം കാര്യമില്ല. അതാണ് താങ്കൾ കണ്ണടച്ച് കാണുന്നത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യണേ? ഈ UDF തന്നെ ഇപ്പൊ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തേക്കണേ? ജനത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനപരമായ വികസനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്തു? ആദ്യം പറഞ്ഞു BJP CPM ഡീൽ എന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു SDPI എന്നാണ് CPM ഡീൽ എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നു. ഞാനിപ്പോ ഈ പറയുന്ന താങ്കൾ പറയുന്ന ഈ വർഗീയ പാർട്ടി ആയിട്ടുള്ള SDPIയുടെ പിന്തുണ CPMന് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യം ചോദിച്ചത്. ചില സ്ഥലങ്ങളിൽ മാത്രം കൊടുക്കണേ. അരിവാൾ ചുറ്റിക ചുറ്റിക ചില സ്ഥലങ്ങളിൽ നിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എനിക്ക് അതൊന്നും വലിയ കാര്യമല്ല. അല്ല സാറേ, അപ്പൊ ഞാൻ അത് UDFന് ചെയ്യാം, അവർക്ക് കുഴപ്പമില്ല. കാരണം അവർ ഓൾറെഡി പ്രഖ്യാപിതമാണ്, ലീഗ് അവരുടെ ഒരു മുന്നണിയുടെ ഭാഗമാണ്,
അവരൊരു ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ളത്. CPM എന്ന് പറയുന്നത് അതിന്റെ ഐഡിയോളജിക്കൽ ബേസ് എന്താണ്? മതേതരത്വമാണ്. ആ മതേതരത്വത്തിൽ ഇത്തരത്തിൽ ഒരു പച്ച നിറം വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. പച്ച നിറമൊന്നും കാര്യമുള്ള കാര്യമല്ല. ആ പച്ച നിറമായിട്ട് കൂട്ടിയിട്ടാണ് അത് SDPI എന്ന് പറയുന്ന വിപ്ലവ സിംഹങ്ങളെ കൂടെ ചേർത്ത് നിർത്താനാണ് ഇതാണ് ഗൗരവത്തിന്റെ പ്രശ്നം. സാറേ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കും, അതായത് SDPI എന്ന് പറയുന്ന വിപ്ലവ സുഹൃത്തുക്കളെ കൂടെ ചേർത്ത് നിർത്താനാണോ CPM ഈ പച്ച നിറത്തിലുള്ള ഒരു മിനിറ്റ്. അപ്പൊ ഗൗതം ഒരു കാര്യം സമ്മതിച്ചു, കുറച്ചെങ്കിലും ആശയവും ആദർശവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് CPM-ൽ നിന്ന് മാത്രമേ ഉള്ളൂ. കാരണം കോൺഗ്രസും മുസ്ലിം ലീഗും നേരത്തെ തന്നെ കൈവിട്ടു ആണല്ലോ. അവർക്ക് ഓൾറെഡി അവർ കൈവിട്ടല്ലോ. കൈവിട്ടു എന്നുള്ളതല്ല, അവർ ഒരു ജനാധിപത്യ നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം UDF എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇന്ത്യയുടെ പച്ച നിറവും ചുവപ്പ് നിറവും മഞ്ഞ നിറവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ട് ഞാൻ അങ്ങോട്ട് ഗൗതം സാറിനോട് ഞാൻ ചോദ്യം ചോദിക്കാം. ഗൗതം സാർ കേൾക്ക്. അതായത് എന്നോട് ഞാൻ പറഞ്ഞ ശിവൻ അതായത് SDP വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് പറയുന്നു. ഇവർ എന്ത് ചെയ്തില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വേണമെന്നും പറഞ്ഞിട്ടില്ല, അത്ര ഉള്ള അതിൻ്റെ കാര്യം. അതായത് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഗോവിന്ദ മാഷൊന്നും പറഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കട്ടെ, അതൊരു സൈഡിൽ. ഓക്കെ, അത് കറക്റ്റാണല്ലോ. അതേസമയം SDP-യുടെ ഒരു സ്ഥാനാർത്ഥി KM അഷ്റഫ് എന്ന് പറയുന്ന മഞ്ചേശ്വരത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗും SKS സമസ്തയുടെ സംഘടനകളൊക്കെ കൂടി ഇടപെട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കൈയും കാലും പിടിച്ച് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പിൻവലിപ്പിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ വാദം അത്രേ ഉള്ളൂ. കറക്റ്റാണ്, UDF-ന് ഇതുപോലെ പലതും ചെയ്യാം. താരതമ്യേന കുറച്ചുകൂടി ബെറ്റർ ആരാണ്? LDF ആണ്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ വളരെ ആദർശ നിറകുടമായിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുക്കും, നാളെ വേണ്ടെന്ന് പറയും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അത്തരം നിലപാടുകൾ അവർക്ക് എടുക്കാൻ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.